ഇലക്ഷൻ വന്നത് പ്രകാരമാണ് നമുക്ക് കുറച്ച് സമയം വൈകിയത്. തെരുവിളക്കുകൾ പൂർണ്ണമായും നമ്മൾ കത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളതിനൊരു വലിയ കൊള്ളലാഭം എടുക്കുകയാണെന്ന് നമ്മളതിന് അംഗീകരിക്കില്ല. നമ്മുടെ മിതമായ ലാഭം കരാറുകൾക്ക് ഉണ്ടാവുന്നത് നമുക്ക് വിരോധമല്ല. പെരിന്തൽമണ്ണ നഗരസഭയിൽ 30 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയ UDFന്റെ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പല കാര്യങ്ങളും എത്രയും പെട്ടെന്ന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. മാർക്കറ്റ് സമുച്ചയം പ്രവാസികളടക്കമുള്ളവരുടെ 20 കോടി രൂപയിലധികം പിരിച്ചതാണ്. പിന്നെ ഓട നവീകരണം, റോഡുകളുടെ നവീകരണം, പിന്നെ തെരുവുകൾക്കുകൾ സ്ഥാപിക്കൽ, അങ്ങനെ സമഗ്ര വികസനം ബഡ്ജറ്റിലൊക്കെ വിഭാവന ചെയ്ത പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പല ആളുകളും പറയുന്നത് അധികാരത്തിലേറി ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടും ഒന്നിലും ഒരു നടപടി ഇല്ലല്ലോ എന്നാണ്. അപ്പോൾ പച്ചേരി സുരയ്യ ഫാറൂഖ്, അപ്പോൾ ഇതിലേക്ക് ഒരു നടപടി വേണമെന്ന് നാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലൊരു പ്രതീക്ഷ നാട്ടുകാർക്കുണ്ടല്ലോ, ഇതൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടുമോ? ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൂർത്തീകരിക്കും. വലിയ പദ്ധതികളൊന്നും നഗരസഭയുടെ ഫണ്ട് കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഇനി അടുത്ത സർക്കാർ വരുമ്പോൾ സർക്കാരിന്റെ സഹായം കൊണ്ട് നമുക്ക് ഓരോരോ പദ്ധതികൾ പ്രാവർത്തികമാക്കാവുന്നതാണ്. റോഡിന്റെ കാര്യത്തിലായാലും തെരുവ് വിളക്കിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഓടകൾ വൃത്തിയാക്കുന്ന കാര്യത്തിലായാലും എല്ലാം നമ്മൾ ഓരോന്നോരോന്ന് പടിയായിട്ട് പൂർത്തീകരിക്കും. ഇലക്ഷൻ വന്നത് പ്രകാരമാണ് നമുക്ക് കുറച്ച് സമയം വൈകിയത്. ഇനി എല്ലാ നടപടികളും നമ്മൾ ഓരോന്നോരോന്നായിട്ട് പൂർത്തീകരിക്കും. ഏതായാലും നഗരസഭാ ചെയർപേഴ്സൺ ഉറപ്പ് നൽകുന്നുണ്ട്, എല്ലാം പൂർത്തീകരിക്കും. അതിന് സമയബന്ധിതമായ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ കുറച്ച് ഇതുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി പുതിയ സർക്കാരിൽ നിന്നും സഹായം തേടുന്നുണ്ട്. സർക്കാരിന്റെ സഹായത്തോടെ എല്ലാം പൂർത്തീകരിക്കാനാവുമെന്നാണ് നമ്മുടെ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് പറയുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ വൈസ് ചെയർമാൻ MP ഫസൽ മുഹമ്മദ്, അദ്ദേഹത്തോട് ചോദിക്കാം. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് സമുച്ചയം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും, തെരുവുവിളക്കുകൾ എത്രയും പെട്ടെന്ന് സ്ഥാപിക്കും, ഗ്രാമീണ ഈ മേഖലയിലെ റോഡുകളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കും. പിന്നെ അതുകൂടാതെ എന്താ പറയുക, വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിരുന്നു. ഓട നവീകരണം, ഇതൊക്കെ ഇപ്പോഴും പെൻഡിങ് ആണ്. അപ്പോൾ അത് പല ആളുകളും നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആക്ഷേപം എന്ന തീരെ അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇനി എപ്പോഴാണ് ഇതൊക്കെ നടപ്പിലാവുക എന്ന നാട്ടുകാരുണ്ടല്ലോ, നിങ്ങളെ ഭരണത്തിൽ എത്തിച്ചവരുടെ മറുപടി, അവർക്ക് സംശയങ്ങളുണ്ടാവുമല്ലോ, അതിനൊരു ഉത്തരം വേണം. ഈ പെരിന്തൽമണ്ണ നഗരസഭ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നത് ജനുവരി മാസത്തിലാണ്. അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ നമ്മൾ സാമ്പത്തികമായിട്ട് സീറോയിൽ നിൽക്കുകയായിരുന്നു. മാർച്ച് മാസത്തോടു കൂടിയാണ് നമ്മുടെ പ്ലാൻ ഫണ്ടും അതുപോലെ നമ്മുടെ ഓൺ ഫണ്ടും നമുക്ക് ടാക്സുകൾ പിരിച്ചെടുത്ത് നമ്മുടെ സംഖ്യകൾ, നമ്മുടെ പൈസകൾ നമ്മുടെ കയ്യിലായിക്കൊണ്ട് അടുത്ത സ്റ്റെപ്പ് ആയിക്കൊണ്ടാണ് നമ്മൾ ഇനി പുതിയ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട റോഡുകൾ മുഴുവൻ റീടാർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അംഗീകാരം നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊടുത്തു കഴിഞ്ഞു. അതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ അത് ടെൻഡർ ചെയ്ത് അത് ടാറിങ് കംപ്ലീറ്റ് പൂർത്തിയാക്കും. തെരുവിളക്കുകൾ പൂർണ്ണമായും നമ്മൾ കത്തിച്ചിട്ടുണ്ട്. ഇനി 2-3 കമ്പനിക്കാരുടെ കൊടുത്ത ആളുകളുടെ ഏജൻസിക്കാർ വന്നിട്ട് റിപ്പയർ ചെയ്യുന്നതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ 15 ദിവസം കൊണ്ട് നമ്മളത് പൂർണ്ണമായും പെരിന്തൽമണ്ണയുടെ ലൈറ്റുകൾ കത്തിക്കും. ഇനി ആവശ്യമായ പുതിയ ലൈറ്റുകൾ വാങ്ങാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. പിന്നെ മാർക്കറ്റിന്റെ കോംപ്ലക്സ് എന്നുള്ളത് നമ്മളൊരു വലിയ പ്രശ്നമാണ്. കാരണം അതിൽ പുറത്തുനിന്ന് പൈസ വാങ്ങിയത്, അതിന്റെ കരാറുകാർക്ക് കരാറുകാരും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിൽ പോയിരിക്കണം റേറ്റ് റിവൈസിന് വേണ്ടിയിട്ട്. ആ റിവൈസ് കിട്ടിയാൽ മാത്രമേ അവർക്ക് പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാണ് അവർ പറയണേ. ഒരു അലിങ്കൽ സൊസൈറ്റിയാണ് അത് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഈ ഗവൺമെന്റിന്റെ ഒരു B ടീമാണ് ശരിക്കും സത്യത്തിൽ ഒരു അലിങ്കൽ സൊസൈറ്റി എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മളതിനൊരു വലിയ കൊള്ളലാഭം എടുക്കുകയാണെന്ന് നമ്മളതിന് അംഗീകരിക്കില്ല. നമ്മുടെ മിതമായ ലാഭം കരാറുകൾക്ക് ഉണ്ടാവുന്നത് നമുക്ക് വിരോധമല്ല. അപ്പൊ പണി വൃത്തിയാവും വേണം. പ്രധാന ഒരു ചോദ്യമുണ്ട്. പ്രവാസികളടക്കമുള്ളവരുടെ 20 കോടി രൂപയൊക്കെ പിരിച്ച ഈ മാർക്കറ്റ് സമുച്ചയം ത്തിന് വേണ്ടി പിരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ചാണ് ഈ പണി. ഇതുവരെ അവിടെ കച്ചവടം നടത്തുന്നവർക്ക് പോലും മര്യാദക്ക് കച്ചവടം നടത്താൻ പറ്റുന്നില്ല. പലരും നഷ്ടത്തിലാണ്. പിന്നെ പണം മുടക്കിയ ആളുകൾ അവിടെ ഇടയ്ക്ക് വന്നൊന്ന് നോക്കും, എന്തെങ്കിലും ശരിയാവുമെന്ന്. ആരെ വിളിച്ച് പ്രാർത്ഥിക്കണ്ടേന്ന് ചോദിച്ച ഒരാളുണ്ട് നമ്മുടെ അടുത്ത്, ഒരു പ്രവാസി ചോദിച്ചിട്ടുണ്ട്, പണം മുടക്കിയ ആള്. അപ്പൊ അതും കൂടി ഒരു പരിഹാരം വേണ്ടേ?
അല്ല, നമ്മൾ ഈ പ്രവാസികളുടെ കാര്യത്തിൽ നമുക്ക് വലിയേറ്റം ദുഃഖകരമായുള്ള ഒരു കാര്യമാണ് സത്യത്തിൽ. ഈ പ്രവാസികളിലേക്ക് സാധാരണഗതിയിൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു നിയമപ്രകാരം, മുനിസിപ്പാലിറ്റിയുടെ ഒരു കീഴ്വഴക്ക പ്രകാരം ബിൽഡിങ്ങിന്റെ വർക്ക് ഒരു 60% മേലെ ആവുമ്പോഴാണ് ടെൻഡർ പ്രോസസ്സിംഗ് നടക്കുന്നത്. ആ ടെൻഡർ പ്രോസസ്സിംഗ് നടത്തി കഴിയുമ്പോൾ അവർക്ക് അത് പിന്നെ അവരിൽ നിന്ന് കിട്ടുന്ന പണം കൂടി ചെയ്ത് ബാക്കിയുള്ള പണി പൂർത്തിയാക്കിയതിന് ശേഷം 1, 2, 3 മാസങ്ങൾ കൊണ്ടത് അവർക്ക് ഏൽപ്പിക്കുന്നതിന് പകരം വലിയ സ്ക്രീനിൽ കാണിച്ച പൈസ വാങ്ങി വെച്ചു. ആ പൈസ ഡൈവേർട്ട് ചെയ്തു. അത് എങ്ങോട്ടാണ് ഡൈവേർട്ട് ചെയ്തത് ഇവിടെ ആർക്കും വലിയ പിടിപാടില്ല. ആ പൈസ തിരിച്ചു വരാൻ യാതൊരു മാർഗവും സത്യത്തിൽ ഇവിടെ കാണുന്നില്ല. അതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു അവസ്ഥ. അപ്പൊ നമ്മളിനി ഇതിനൊരു ഒരു ഫിനാൻഷ്യൽ പ്ലാന് നമുക്കുണ്ട്. ആ ഫിനാൻഷ്യൽ പ്ലാന് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണത്തോടു കൂടിയോ അല്ലെങ്കിൽ വലിയ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെ ഇതും കൂടിയിട്ട് അതിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ശ്രമത്തിന് കുറച്ച് സമയം എടുക്കും, സ്വാഭാവികമായ സമയം എടുക്കും. കാരണം ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കേണ്ടത്, ഗവൺമെന്റ് അതേമാതിരി അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനുള്ളൊരു നമുക്കൊരു അഡീഷണൽ ഗ്രാന്റ് വേണമെങ്കിൽ തരാം. ഇങ്ങനെയുള്ള പല ഏർപ്പാടുകളും ഇതേമാതിരി ഇതിനു മുമ്പും മുനിസിപ്പാലിറ്റി ഒരു 17 കോടി രൂപ ഗ്രാന്റ് വാങ്ങിയിരിക്കണം. നമ്മൾ ആർക്കും അറിയില്ല ഇവിടെ. ആ ഗ്രാന്റ് വാങ്ങി ആ ഗ്രാന്റ് എവിടെ പോയതെന്ന് അറിയില്ല. 17 കോടി രൂപ ഗ്രാന്റ് വാങ്ങിച്ചത് എങ്ങോട്ട് പോയിന്ന് ആർക്കും അറിയില്ല. പോയില്ല എന്ന് പറഞ്ഞാൽ പണം വന്നിട്ട് പണം ഗ്രാന്റിൽ ഉപയോഗിച്ച് സംഗതിയല്ലേ ചെയ്തിട്ടുള്ളത്. എവിടെ അത് നമ്മളൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു കടം വന്നാൽ ആ കടത്തിലേക്ക് ഗ്രാന്റ് എടുത്തു കഴിഞ്ഞ് ഒരു ഗ്രാന്റോ അല്ലെങ്കിൽ അങ്ങനെ സംവിധാനം വന്നാൽ കടം തീരണ്ടേ. ഇത് കടം പിന്നെയും ബാക്കി കിടക്കുകയാണ്. അപ്പൊ ഒരു പ്ലാനിങ് ഇല്ലാതെ നമുക്ക് ഓൺ ഫണ്ട് വെച്ചിട്ട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഓൺ ഫണ്ട് വെച്ചിട്ട് എത്ര വർക്കുകളും ചെയ്യാം. DPCയുടെ അംഗീകാരം മാത്രം മതി, അതിനെ മറികടക്കാനുള്ള വഴിയുണ്ട്. പക്ഷെ ഇത് ഈ പറയുന്നതിനൊക്കെ പണം കൊടുക്കാണ്ട് ഉത്തരവാദിത്തം നഗരസഭക്കുണ്ട്. ഈ പണം ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തു പോവുക. അത് ചെയ്തു പോകുന്നതിന് യാതൊരു നിയമ സാധ്യതയും ഇല്ലാതെയാണ് കാര്യങ്ങൾ ചെയ്തു പോയിക്കുന്നത്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം പല ഫയലുകളിലും സെക്രട്ടറി ഒപ്പിട്ടില്ല. സെക്രട്ടറി ഒപ്പിടാത്ത വിയോജിപ്പ് എഴുതിയത് കൗൺസിൽ തീരുമാനമെടുത്ത് ഗവൺമെന്റിലേക്ക് അയക്കുക എന്നുള്ളതാണ് നടപടിക്രമം. 1 മാസത്തിനുള്ളിൽ ഗവൺമെന്റ് അതിന് വിയോജനം വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വിയോജനത്തിന് തീരുമാനം വന്നിട്ടില്ലെങ്കിൽ ആ കൗൺസിൽ തീരുമാനം അംഗീകരിച്ച് മുമ്പോട്ട് പോകാനുള്ള അനുമതി ഉണ്ട്. അതിന്റെ ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് ഗവൺമെന്റിന് സ്വാധീനം ചെലുത്തി ഗവൺമെന്റിലേക്ക് അതിന് മറുപടി വരാതെ പിടിച്ചു നിർത്തി പല കാര്യങ്ങളും ചെയ്തത് മുഴുവൻ സെക്രട്ടറി, അതായത് നിയമം അറിയുന്ന നിയമത്തിന്റെ പാത പിന്തുടരാൻ വേണ്ടി കൗൺസിലിനെ ഉപദേശിക്കുന്ന സെക്രട്ടറിയെ മറികടന്നുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തത്. അപ്പൊ നേരത്തെ കഴിഞ്ഞ ഭരണസമിതി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് ശരിയായ രീതിയിൽ അല്ല എന്നാണോ MP ഫസൽ മുഹമ്മദ് ആക്ഷേപിക്കുന്നത്? അത് കൗൺസിലിന് പരമാധികാരമുണ്ട്. പക്ഷെ നമ്മൾ നിയമത്തിന്റെ പാത കൂടി നമ്മൾ പിന്തുടരുന്നുണ്ട്. നിയമത്തിന്റെ കാര്യങ്ങൾ നമ്മൾ നിയമവിദഗ്ധരല്ല, നമ്മളൊക്കെ സാധാരണ ആളുകളാണ് നമ്മളൊക്കെ. അപ്പൊ നിയമവിദഗ്ധൻ എന്ന് പറയുന്നത് നമ്മളെ ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വം സെക്രട്ടറിക്കാണ്. സെക്രട്ടറിക്കാർ നമുക്ക് യോജിപ്പ് എഴുതാം, വിയോജനം എഴുതാം. വിയോജനം എഴുതിയാൽ അതിനെ മറികടക്കാനുള്ള ഒരു വഴി എന്നാണ് ഈ പറയുന്നത്. അതിനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ കൗൺസിൽ വീണ്ടും അത് വിയോജനത്തിനെതിരെ സർക്കാരിനെ അനുമതിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. അവസാനം ഇപ്പോൾ ഞാൻ ചോദിച്ചു വന്നത്, നാട്ടുകാരുന്നയിക്കുന്നപ്പോ താങ്കൾ തന്നെ പറഞ്ഞു, മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു. ഈ ഓടകളുടെ നവീകരണം അതൊക്കെ പലതും പൊളിച്ചിട്ടും ഇപ്പോഴും അതിൽ നടക്കുമ്പോൾ നല്ല ദുർഗന്ധമുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് വലിയ ബസ് സ്റ്റാൻഡ് ഇതിലേക്ക് ഈ ഓടകളുടെ കാര്യത്തിൽ, റോഡുകളുടെ കാര്യത്തിൽ എന്താ എടുക്കാന്ന് പറയും? അല്ല, ഓടകൾ നന്നാക്കണം എന്നുള്ള കാര്യത്തിൽ പ്രശ്നരാജിന്റെ നമ്മൾ ഏറ്റവും നമ്മളെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് നിലമ്പൂർ റോഡിലെ ഓടയാണ്. അതിന്റെ ആ ഓടയിലേക്ക് വരുന്നത് ഈ മാർക്കറ്റിലെ വെള്ളമാണ്. മാർക്കറ്റിൽ മാത്രമല്ല പല സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാർക്കറ്റിലുള്ള വെള്ളത്തിന് ഒരു ഇതില്ലാതെ ഡയറക്റ്റ് ആയിട്ട് ചാലിലേക്ക് വരികയാണ്. അവിടെ STP പണിയാനുള്ള സംവിധാനമുണ്ട്, പക്ഷെ STP പണിതിട്ടില്ല. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളെ ഫ്ലാറ്റിലുള്ള പ്രശ്നം എന്താ? ഫ്ലാറ്റ് ഉണ്ടാക്കി STP ഉണ്ടാക്കിയത്. STP ഉണ്ടാക്കാൻ കൊടുത്തിട്ട് ആൾക്കാർ അവർക്ക് പണം കൊടുക്കാത്തതുകൊണ്ട് അവർ ഒറ്റ പോയി. എന്നിട്ട് ചെയ്തത് എന്താ? സെപ്റ്റിക് ടാങ്കിലേക്ക് എല്ലാം കൂടി കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്ത് ഒരു സാധാരണ ഡിപ്ലോമ എഞ്ചിനീയർക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യമാണ് എന്ത് ചെയ്ത് അവർ ഈ സെപ്റ്റിക് ടാങ്കിലേക്ക് കണക്ഷൻ കൊടുത്തു. ആ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകി അവിടുത്തെ ആളുകൾ വിട്ടെറിഞ്ഞു പോയി. അവിടെ സ്ഥിരമായിട്ട് പണ്ട് കാലം മുതൽ താമസിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസത്തിലാണ്.
അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം ഇപ്പൊ പുതിയ ഭരണസമിതിയിൽ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, അത് എത്ര കാലം കൊണ്ട് അല്ലെങ്കിൽ തുടക്കമിടോ നടപടികൾ വേഗത്തിലാവുമോ എന്നൊരു ചോദ്യം. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ ഗവൺമെന്റിന് മുമ്പിൽ മുന്നേ അവതരിപ്പിച്ചിരുന്നു. അത് രാജേഷ് മന്ത്രി അയക്കുന്ന സമയത്ത് മന്ത്രിയോട് പറഞ്ഞു. മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇലക്ഷൻ ഡിക്ലറേഷന് മുമ്പാണ് നമ്മൾ മാർച്ച് നമ്മളാണ് പോയത്. അപ്പൊ ഇലക്ഷൻ കഴിയിട്ട് നമുക്ക് അനുഭാവപൂർവ്വം നമുക്ക് പരിഗണിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ പരിഗണിക്കാം എന്ന് പറഞ്ഞ കാര്യം തന്നെ നമുക്ക് ഇനി പുതിയ വരുന്ന ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് നമുക്കൊരു ഫോർമുല ഉണ്ടാക്കാം. ഇങ്ങനെ പോവാതിരിക്കാൻ ഇങ്ങനെ പോവാൻ നമുക്ക് കഴിയില്ല. അപ്പൊ അതിന് നമ്മൾ അപ്പൊ വീഴ്ച വന്ന കാര്യങ്ങളും പരിശോധിക്കേണ്ടി വരും. ആ വീഴ്ച വന്ന കാര്യങ്ങൾ ഉണ്ടായാലും ഈ പാവപ്പെട്ട ആളുകളെ, മാർക്കറ്റിൽ വരുന്ന പൊതുജനങ്ങളെ, വഴി കൂടി നടക്കുന്ന ആളുകളെ നമുക്ക് ഇതിനു വേണ്ടി ശിക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അവരെ നമ്മൾ എന്ത് ചെയ്യണം? 6 മാസം കൊണ്ട് നമ്മളത് ഉണ്ടാക്കാം. അപ്പൊ താൽക്കാലിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ ഉണ്ടാക്കും. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കഠിനമായ ശ്രമം നടത്തും. അതല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ പിന്നെ എവിടെയെങ്കിലും കുറച്ച് ലോൺ എടുത്ത്, ലോങ് ടേം ലോൺ എടുത്ത്, അങ്ങനെ 2-3 പ്ലാൻ ഉണ്ട്. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്നുള്ള പ്ലാൻ ഉണ്ട്. ഇതെല്ലാം കൂടി ആ പ്ലാനിൽ ഏതെങ്കിലും ഒന്ന് വർക്കൗട്ട് ആവും. അപ്പൊ അത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും നിയമത്തിന് മറികടന്നുകൊണ്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നിയമത്തിന്റെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് നിയമത്തിന്റെ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ നിയമവിദഗ്ധരുടെ അംഗീകാരം വാങ്ങി നമ്മൾ പോകണം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിക്ക് നമുക്കും കൂടി വേണ്ടിയിട്ടാണ്. മറികടക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ മറികടക്കലല്ല നമ്മുടെ ഉദ്ദേശം. ആ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പൂർണ്ണമായും പ്രവർത്തനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തോന്നൽ. ഏതായാലും വൈസ് ചെയർമാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഒക്കെ നടപ്പാകും. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ തവണത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ 30 വർഷത്തിന് ശേഷം UDF അധികാരം കിട്ടി. അപ്പോൾ നാട്ടുകാരുടെ ചോദ്യമാണ്, സ്വാഭാവികമായ ചോദ്യങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും, അതുപോലെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പായില്ലല്ലോ എന്ന് പലരും ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ ഇലക്ഷൻ തിരക്കിന് ഇടയിലായതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കാൻ വരാതിരുന്നത്. ഏതായാലും ചോദിച്ചു. അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് എല്ലാം നടപ്പിലാവും. പുതിയ സർക്കാർ വരുമ്പോൾ, കഴിഞ്ഞ തവണ MP രാജേഷിനെ കണ്ടിരുന്നു പോലെ പുതിയ സർക്കാർ വരുമ്പോൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കും. നിയമപരമായി ചെയ്യാവുന്ന എല്ലാ തരത്തിലെ കാര്യങ്ങളും. മാർക്കറ്റിന്റെ കാര്യം തന്നെ പണം മുടക്കിയവർ ഭയപ്പെടേണ്ട. അക്കാര്യത്തിലും എന്തെങ്കിലും സൊല്യൂഷൻ കാണുമെന്നൊരു ഉറപ്പ് കൂടി MP ഫസൽ മുഹമ്മദ് നൽകുന്നുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണ നഗരസഭയിലെ UDF ഭരണസമിതി ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് അവർ അധികാരത്തിലെത്തിയിട്ട് എത്രയും പെട്ടെന്ന് പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കും, നാട്ടുകാർക്ക് കൊടുത്ത ഉറപ്പുകളൊക്കെ പാലിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. വൈസ് ചെയർമാൻ MP ഫസൽ മുഹമ്മദ് പറഞ്ഞു. ഏതായാലും ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഭരണം നടത്താൻ അവർക്ക് 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഇനി പല കാര്യങ്ങളും നടപ്പിലാക്കാനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നഗരസഭയുടെ മാത്രം ഫണ്ട് കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റില്ല. സർക്കാർ ഫണ്ട് കൂടി, പുതിയ സർക്കാർ വരുമ്പോൾ സർക്കാരിന്റെ സഹായം തേടി സർക്കാർ ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തി ഇതെല്ലാം പൂർത്തീകരിക്കാനാവുമെന്നാണ് ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖും വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദും പറയുന്നത്. ഏതായാലും ജനങ്ങളുടെ പല ആശങ്കകളും ചാനൽ 10 അവർ പലരും പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഇവരെ സമീപിച്ചത്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനാവുമെന്ന ഉറപ്പുകൂടി ഭരണസമിതി നൽകുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. പതിവ് പോലെ ഇന്നും പോയി സാറിന്റെ ശബ്ദം. സാറ് ആശുപത്രി വരെ തൊണ്ട ഒന്ന് ശരിയാക്കിട്ട് പോ, എന്നിട്ട് പോരെ തൊണ്ടി മുതൽ. ശബ്ദം തിരിച്ചു പിടിക്കാം, ഒപ്പം ആത്മവിശ്വാസവും. അസന്റ് ENT ഹോസ്പിറ്റൽ.